ധന്യാസി എന്ന രാഗം ജന്യരാഗമാണ്. എട്ടാമത് മേളകർത്താ രാഗമായ ഹനുമത്തോടിയിൽ ജന്യമാണ്. സഗ മപനി സാനി ദ പമഗരി സഗ മപനി സാനി ദ പമഗരി. ഈ ഗാന്ധാരത്തിൻ്റെ പ്രയോഗം മധ്യമത്തിൽ നിന്നുമാണ് ആരംഭിക്കേണ്ടത്. സഗ എന്നുള്ള പ്രയോഗം ഇതിലില്ല. സഗ മധ്യമത്തിൽ നിന്നും സമഗമഗ സഗ മപനി അതും ഷഡ്ജത്തിൽ നിന്നുമാണ്. സനി 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 ദ പമഗരി സ. ചില അവസരങ്ങളിൽ മാത്രം പനി സഗ അവിടെ മാത്രം ആ ഒരു ഗാന്ധാരം താരസ്ഥായി ഷഡ്ജത്തിൽ നിന്നും ആരംഭിച്ചു കൊടുക്കും. പനീനി ചില സ്ഥലങ്ങളിൽ മാത്രം രാഗത്തിന് ചാരുത നൽകാൻ വേണ്ടിയാണ് ഇപ്രകാരം ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം സഗ മപനി എന്ന് മാത്രമേ ഈ രാഗത്തിൽ പ്രയോഗിക്കുവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ സഞ്ചാരം വരാൻ പാടുള്ളൂ. ഷഡ്ജപഞ്ചമ സ്വരങ്ങൾക്ക് പുറമേ കോമള ഋഷഭം, കോമള ഗാന്ധാരം, കോമള മധ്യമം, കോമള ദൈവതം, കോമള നിഷാദം എന്നിവ ഈ രാഗത്തിൽ വരുന്ന സ്വരങ്ങളാണ്. ഔഡവ സമ്പൂർണ്ണ രാഗമാണ്. ആരോഹണത്തിൽ ഋഷഭം, ദൈവതം എന്നീ സ്വരങ്ങൾ വർജ്യമാണ്. ഉപാംഗരാഗമാണ്. വേറെ അന്യസ്വരങ്ങളൊന്നും ഈ രാഗത്തിൽ വരുന്നില്ല. ആയതിനാൽ ഇത് ഉപാംഗരാഗമാണ്. ഗാന്ധാരം, നിഷാദം എന്നിവ ഇതിലെ രാഗഛായ സ്വരങ്ങളാണ്. ചില പ്രയോഗങ്ങളുണ്ട്, ഇതിൽ പ്രസിദ്ധമായ ചില പ്രയോഗങ്ങളുണ്ട്. പനി സദ പ പനി സഗരി സദ പ. ആ ഗ എടുക്കുന്നത് തന്നെ മധ്യമത്തിൽ നിന്നുമാണ്. പനി സഗരി സദ പ ഗരി സദ പ രി സദ പ മപഗരി സ. ഇതെല്ലാം ഇതിൽ പ്രധാനമായിട്ട് പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ്. ഇതൊരു രക്തിരാഗമാണ്. ആരോഹണത്തിൽ ഗാന്ധാരം, നിഷാദം എന്നീ സ്വരങ്ങൾ ദീർഘമായി പാടേണ്ട സ്വരങ്ങളാണ്. ഇതൊരു മൂർച്ഛനാകാരക രാഗം കൂടിയാണ്. ഇതിലെ നിഷാദത്തെ ആധാര ഷഡ്ജമായി സ്വീകരിച്ചുകൊണ്ട് ശ്രുതിഭേദം ചെയ്താൽ സാളകഭൈരവി എന്ന മറ്റൊരു ഔഡവ സമ്പൂർണ്ണ രാഗം ജനിക്കും. ഇത്തരം രാഗങ്ങളിൽ ആരോഹണവും അവരോഹണവും വെവ്വേറെ ശ്രുതിഭേദം ചെയ്യണം. പ്രസിദ്ധമായ ധാരാളം കൃതികൾ ഈ രാഗത്തിലുണ്ട്. പുരന്ദരദാസരുടെ ദേവർനാമ, ഗജവദന, ത്യാഗരാജസ്വാമികൾ രചിച്ച ധ്യാനമേ, സംഗീതജ്ഞാനമോ അതും ത്യാഗരാജസ്വാമികളുടെ കൃതിയാണ്. രാമാഭിരാമ അതും ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതിയാണ്. മീനലോചന ശ്യാമശാസ്ത്രികളുടെ കൃതിയാണ്. KC കേശവപിള്ള രചിച്ച കോടി ദിവാകര എന്നിവയും ഈ രാഗത്തിൽ വരുന്ന കൃതികളാണ്. കൂടുതലും ഈ രാഗം ഉപയോഗിക്കുന്നത് ഭരതനാട്യത്തിനാണ്. ധന്യാസി രാഗത്തിൻ്റെ സഞ്ചാരം നമുക്ക് വയലിനിലൂടെ മനസ്സിലാക്കാം.